അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ രാവിലെ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂരിലും ഡിവൈഎഫ്ഐയിലും ആകെ കാര്യമായ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മുതലാളിത്ത ലോകക്രമം ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മുതലാളിത്തത്തിൽ മനുഷ്യത്വരഹിതമായ ചൂഷണത്തിന് അടിമപ്പെടുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ അനുദിനം വലിയ വർധനവുണ്ടായിക്കൊണ്ടിരിക്കും. ലോകത്താകെയുള്ള മനുഷ്യൻ്റെ ആകെ സമ്പത്തിൻ്റെ 70% വരുന്ന പങ്ക് മുതലാളിത്തത്തിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ വളരെ പരിമിതരായ ലോകത്തെ ജനസംഖ്യയുടെ ഒരു 0.1% പോലും വരാത്ത ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ? ഞാൻ അതിലേക്ക് വരാം. അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്ത് നടക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, വായിക്കുന്ന, കാണുന്ന കാഴ്ചകൾ, വാർത്തകൾ അങ്ങേയറ്റം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ വെനസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ ആക്രമിച്ച് അവിടുത്തെ ഭരണാധികാരിയെ തടങ്കലിലാക്കുന്ന വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ അമേരിക്ക പറയുന്നത് അവിടെ ജനാധിപത്യം സ്ഥാപിക്കാൻ ഞങ്ങൾ ഇടപെടുന്നുവെന്നാണ്. രാഹുൽ അധ്യക്ഷനായി. മണികണ്ഠൻ രക്തസാക്ഷി പ്രമേയവും നിഷാദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. PM.R. ഷോ, PV രതീഷ്, MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, ND ദിൻഷാദ്, രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.